ശേഷം കുക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാം. പകുതി വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് കല്ലുപ്പും പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടി വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പറ്റിയത് ഏറ്റവും നല്ലത് മുളക് ഉടച്ചത് തന്നെ. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം, കുറച്ച് പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞെടുത്ത് ഇത് നന്നായിട്ട് ഉപ്പ് ചാറ് ഒഴിച്ച് നന്നായിട്ട് ഞെരടണം. ഞെരടിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കാച്ചിലിൻ്റെ കൂട്ടി കഴിക്കാനുള്ള മുളക് കൂട്ട് റെഡിയായി. ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചിരകി വെച്ച കുറച്ച് തേങ്ങ കൂടി ഇടാം. ഈ തേങ്ങ ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഇതിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതിനാണ് ഈ തേങ്ങ കൂടി ഇടുന്നത്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് ഇറക്കി വെക്കാം. ഈ നീലക്കാച്ചിൽ കിട്ടിയാൽ വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇത് നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ, ഉണക്കിയിട്ട് അങ്ങനെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ പൊടിച്ച് വെച്ചാലും മതി. അപ്പം നമുക്ക് കളറിന് ആവശ്യമായിട്ട് പുഡിങ്ങിനൊക്കെ നമുക്ക് ഇത് കൂടിയിട്ട് ചേർത്താൽ നല്ല കളറും കിട്ടും. നല്ലൊരു കുറുക്കുണ്ടാക്കി എടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കളറുള്ള ഈ കാച്ചിൽ ഉണക്കി വെച്ചാൽ നല്ലതായിരിക്കും. കുറേ നാൾ ഒരു കേടും കൂടാണ്ട് നന്നായിട്ടിരിക്കും.